വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ CMA ജേണിയാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സംതിങ് വെരി ഡിഫറെൻറ്റ്. ഞാൻ യൂഷ്വലി വ്ളോഗ്സാണ് ഇടാറ്. അങ്ങനെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷേ ഇത് സംതിങ് പേഴ്സണലാണ്, ഒരു പ്രൊഫഷണൽ ജേണിയാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതി. കൂടാതെ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് CMA US പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോകുന്നുണ്ട്, ചിലർ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാനിത് സെൽഫ് സ്റ്റഡിയിലൂടെ തന്നെ ക്രാക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് മാക്സിമം സ്റ്റുഡൻസിൻ്റെ ഇടയിൽ എത്തണം. അവർക്ക് എന്താ പറയുക, ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും, അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് സമയവും നമുക്ക് മനസ്സും നമുക്കൊരു കൺസിസ്റ്റൻസിയും നമുക്കൊരു ഫോക്കസും ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണിത്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഏതൊരു കോഴ്സാണെങ്കിലും അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ എന്താ പറയുക, ഫോക്കസ്ഡ് ആണെങ്കിൽ നമുക്ക് ഏത് കോഴ്സും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമല്ലോ, അതിനൊരു എക്സാമ്പിളാണിത്. അപ്പം നമുക്ക് സബ്ജക്റ്റിലോട്ട് അടക്കാം. CMA US ഞാൻ ആക്ച്വലി വളരെ കാലം മുന്നേ ഇതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ എന്താ പറയുക, ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പോയിട്ടുണ്ട് മീൻസ് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് പോയിട്ടില്ല. വിളിച്ച് ചോദിക്കുന്നതിൻ്റെ കാര്യം അവരുടെ മെത്തേഡ്സ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് എനിക്ക് ഈ കോഴ്സിനെ പറ്റിയും ക്ലാരിറ്റി വേണമല്ലോ. അപ്പോൾ നിങ്ങൾ ഏതൊരു കോഴ്സ് പഠിക്കുന്നതിന് മുന്നും നിങ്ങളൊരു 3-4 ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ അല്ലെങ്കിൽ ആൾക്കാരോ വിളിച്ച് ജസ്റ്റ് സംസാരിക്കുക, ആ കോഴ്സിൻ്റെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇതിനെപ്പറ്റി ഇനി അറിയാത്തവർക്ക് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. CMA US എന്ന് പറഞ്ഞാൽ IMA US എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എക്സാമൊക്കെ ഓൺലൈനാണ്. ഇതിനാകെ 2 പാർട്ടാണുള്ളത്. ഈ 2 പാർട്ടിൽ ഒരു പാർട്ടിൽ വന്നിട്ട് 6 സബ്ജക്റ്റ്, അതിൻ്റെ അകത്ത് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. ഒരു വർഷം ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് 3 വിൻഡോസ് ആയിട്ട് നടക്കും. അപ്പം നമുക്ക് ഈ 2 പാർട്ടും വേണേൽ ഒരു വിൻഡോയിലിടുന്നത്, അതായത് ജാൻ ഫെബ് മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ, ഇങ്ങനെ 3 വിൻഡോ ആയിട്ടാണ് ഇവർ എക്സാം നടത്തുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിൻഡോ ചൂസ് ചെയ്യാം. ഈ 2 എക്സാമും വേണം ഒരുമിച്ച് എഴുതാം, അത് അവരവരുടെ കഴിവ് പോലെ. അപ്പോൾ നമ്മളിപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇതിൻ്റെ ഫുൾ നെയിം സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ടാക്സ് ഒന്നുമില്ല, ഓഡിറ്റ് ഇല്ല. അപ്പം ഈ 2 സബ്ജക്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കോഴ്സാണ്. നമുക്ക് എന്താണോ വേണ്ടത് ആ വക കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൂ. ഇപ്പം ഭയങ്കര വൈഡായിട്ട് നമ്മൾ ചകഞ്ഞ് പോകുന്ന പരിപാടിയൊന്നുമില്ല. നമുക്ക് എന്താണോ വേണ്ടത്, ഒരു ലോജിക്കലി നമ്മൾ എവിടെയൊക്കെയാണ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, സെനാരിയോ വൈസ്ഡ് ആണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ഈ കോഴ്സിലോട്ട് ഞാനും വന്നത്. ഇതൊക്കെയാണ് എനിക്ക് ആദ്യം കിട്ടിയ ഫസ്റ്റ് ഇൻഫർമേഷൻ. പിന്നെ ഞാൻ അന്വേഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്. കാര്യം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇന്ത്യൻ കോഴ്സ് ഞാൻ പിന്നെ അങ്ങനെ എടുക്കാത്തതിൻ്റെ കാര്യം അതാണ്. ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സ് എല്ലാം വന്നിട്ട് ഒരുവിധം കാണാപ്പാഠമാണ്. ഒരു വൈഡ് സബ്ജക്ട്സ് ഉണ്ടാകും, നമ്മളെല്ലാം തിയറി ബേസ്ഡ് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു മനപ്പാഠം പഠിച്ചിരിക്കാനുള്ള ടൈമൊന്നും ആർക്കുണ്ടാവില്ല, അല്ലേ? ഇപ്പോൾ CMA US എൻ്റെ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കാം, നമുക്ക് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പം ഇതിൻ്റെ എക്സാം പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 MCQs ഉണ്ടാവും. അതിൽ നമ്മളൊരു 50 MCQs എങ്കിലും ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്താൽ നെക്സ്റ്റ് essay വിൻഡോ ഓപ്പൺ ആവത്തുള്ളൂ. ബേസിക്കലി ഇതൊരു 4 hour എക്സാമാണ്. ഓക്കെ, അപ്പോൾ അത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ്. ഈ 4 hour എക്സാമിൽ വന്നിട്ട് 3 hour നമുക്ക് MCQs ആണ്. ഇപ്പോൾ ഈ MCQs ആകുമ്പം 100 MCQs ഉണ്ടാവും. അതിൽ നമ്മളൊരു 50 MCQs എങ്കിലും ക്ലിയർ ചെയ്താൽ, എന്ന് വെച്ചാൽ കറക്റ്റ് ആയാലേ നമുക്ക് അടുത്ത essay വിൻഡോ ഓപ്പൺ ആവത്തുള്ളൂ. essay വിൻഡോ എന്ന് പറയുമ്പം അതാണ് ലാസ്റ്റ് 1 hour നടക്കുന്ന എക്സാം. ഇൻ കേസ് നിങ്ങൾ ഈ 50 MCQs ക്ലിയർ ആയില്ലെങ്കിൽ സ്പോട്ടിൽ നമ്മൾ തോറ്റു പോകും. അപ്പോൾ നമുക്ക് എന്താ പറയുക, അപ്പം തന്നെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവുമെന്ന് പറഞ്ഞ കണക്കാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പം 50 MCQs ക്ലിയർ ആവും. അത് ക്ലിയർ ആയാൽ നെക്സ്റ്റ് essay വിൻഡോ ഓപ്പൺ ആവും. essay വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ 2 സെനാരിയോ കാണും. അതിൽ കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മേ ബി ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ സെനാരിയോ വായിക്കണം, നമ്മൾ എഴുതണം. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഈ എൻ്റെ എക്സാമിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാപ്പാടമുള്ള ക്വസ്റ്റ്യൻസ് അല്ല, നമുക്ക് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ ആക്ച്വലി അതിൻ്റെ മീനിങ് അറിഞ്ഞിരുന്നാലേ നമുക്ക്
അത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു ടഫ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാണാപ്പാഠം പഠിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇത് തോന്നിയെന്നിരിക്കാം, മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ടും തോന്നിയെന്നിരിക്കാം. അപ്പം പിന്നെ എന്താ പറയുക, നമുക്ക് ഈ ടൈമിംഗ് ഉണ്ട്, ഈ ടൈമിങ്ങിൽ നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നാണ്. അപ്പോൾ എങ്കിൽ പോലും ഇതിൻ്റെ വേറൊരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 MCQs ഇപ്പം നമ്മൾ 50 MCQs ക്ലിയർ ചെയ്തായിരിക്കുമല്ലോ നമ്മൾ എസ് എ വിൻഡോയിലോട്ട് പോകുന്നത്. എന്ന് വെച്ച് ഈ 50 MCQs 50 മാർക്ക് എന്നല്ല, അതിന് ഓരോ ക്വസ്റ്റ്യൻസിനും പല മാർക്കായിരിക്കും. ആ മാർക്ക് എത്രയാണെന്ന് നമുക്ക് അറിയാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എസ് എ വിൻഡോ കിട്ടി, നമ്മളൊക്കെ എസ് എ അറ്റൻഡ് ചെയ്തു, അപ്പോൾ നമ്മൾ ക്ലിയർ ആയി എന്നല്ല അതിനർത്ഥം. നമ്മൾ ചിലപ്പം പാസ്സായില്ല എന്നും വരും എസ് എ വിൻഡോ അറ്റൻഡ് ചെയ്തത്. കാര്യം നമുക്ക് ആൻസർ ചെയ്ത് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്തെങ്കിലും അത് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് അത്രയും മാർക്ക് എത്തത്തില്ല. സോ നമ്മൾ ആ കോൺസെപ്റ്റ് മൊത്തം മനസ്സിലാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കാൻ ശ്രമിച്ചാലേ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും, ഓക്കെ കാണാപ്പാടമൊന്നും പഠിക്കാനുള്ളത് എളുപ്പമാണ്, അങ്ങനെയല്ല. ഇത് നമ്മൾ കുറേയേറെ കോൺസെപ്റ്റ് ഒരുമിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കോൺസെപ്റ്റ്സിനിടയിൽ നമുക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും, നമുക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്ന് വരും, ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും, അങ്ങനെ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. ഓക്കെ, എൻ്റെ കൂടെ പഠിച്ചപ്പോൾ ഞാനിങ്ങനെ പലരും പരിചയപ്പെട്ടതിൽ ചിലർക്ക് എന്താ പറയുക, ഒരു പാർട്ട് പാസ്സാവും, അടുത്ത പാർട്ട് പാസ്സാകാൻ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്തിട്ടും പാസ്സാകാത്തവരുണ്ട്. ചിലർ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും എക്സാം എഴുതി കഴിയുമ്പോൾ പാസ്സാവുമെന്ന്, പക്ഷേ റിസൾട്ട് വരുമ്പോൾ പാസ്സായില്ല എന്ന് വരും. സോ ഇത് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര ഒരു എന്താ പറയുക ഈസി ആയിട്ടൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് ഓക്കെ സർട്ടിഫൈഡ് ആവാം, അങ്ങനെ നിങ്ങളതിനെ ഈസി ആയിട്ട് കാണരുത്. എല്ലാ പ്രൊഫഷണൽ കോഴ്സിനെ പോലെ തന്നെ ഇതിനും അതിൻ്റേതായ ടഫ് ഏരിയ ഉണ്ട്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതനുസരിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ജേർണലിലോട്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന പോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അന്വേഷിച്ചു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്തു കേട്ടോ, അത് വേറൊരു സത്യം. പക്ഷേ ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കയറരുതെന്നാണ്. കാര്യം ഭയങ്കര മാർക്കറ്റിംഗ് ആണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഭയങ്കര മാർക്കറ്റിംഗ് ആണ് ഈ കോഴ്സിന്. അതിൻ്റെ അത്ര ഒരു ഗുണവും ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കണ്ടിട്ടില്ല. ഞാൻ കയറിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കഥ കേൾക്കണമെങ്കിൽ അത് കോമഡിയാണ്. ഞാൻ ഇതുപോലെ വർക്ക് ചെയ്യുവാണല്ലോ, വർക്ക് ചെയ്യുമ്പം എന്താ പറയുക, നമുക്ക് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. അപ്പോൾ റെക്കോർഡർ സെക്ഷനിൽ കയറാമെന്ന് വിചാരിച്ചു. ഓക്കെ, അവർ ഓരോ ദിവസം ഓരോ റെക്കോർഡ് ക്ലാസ് അയക്കും എന്ന് പറഞ്ഞു. റെക്കോർഡ് ക്ലാസ്സിന് ഏകദേശം 3 മണിക്കൂർ ഇത്രേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വീക്കിലി ഒരു സമ്മറി ക്ലാസ് ഉണ്ടാവും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, വളരെ ഫീസിബിൾ ആയിട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഞാനും ജോയിൻ ചെയ്തു. എന്താ പറയുക, അത് വൻ ഫ്ലോപ്പായി പോയി. കാര്യം ഈ 3 മണിക്കൂറിൽ അവർ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ഏരിയയിൽ ഒരു ചെറിയ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം കോഴ്സ് ഇങ്ങനെ അവർ ഓരോ ദിവസം ക്ലാസ് ആയിരിക്കും, ഞാൻ ക്ലാസ് കണ്ടു തീരുന്നില്ല. നോട്ട്സാണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോട്ട്സ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ടായത്. എന്താ പറയുക, ഒരു സബ്ജക്റ്റ് പഠിച്ച് അടുത്ത സബ്ജക്റ്റിലോട്ട് പോകുമ്പോൾ മറ്റതെല്ലാം മറന്നു പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് മടുപ്പായിപ്പോയി. ഞാനെപ്പോഴും പിന്നെ എനിക്ക് കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാനങ്ങ് ബിസി ആവുകയും ചെയ്തു. എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് ഇവർ അയച്ച ക്ലാസ് ഒന്നും മൊത്തം കാണാൻ പോലും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഓക്കെ ഇനി ഇതെല്ലാം പുതുക്കി ഒന്ന് റെഡി ആക്കണം എന്നും പറഞ്ഞ് ഒന്നേന്നൊക്കെ ഇനി ഫോക്കസ് ആവണമെന്നും പറഞ്ഞ് ഞാൻ ഈ കോഴ്സ് കാണാൻ എടുക്കുമ്പോൾ എൻ്റെ ആക്സസ് ഇല്ല. അവർ ആക്സസ് കളഞ്ഞു പോയത്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 1 വർഷത്തേക്ക് തരത്തുള്ളൂ ആക്സസ്, അത് കഴിഞ്ഞാൽ തരത്തില്ല. അപ്പോൾ പിന്നെ ഈ പൈസ കൊടുക്കുന്ന കാര്യം, ഈ കോഴ്സ് അങ്ങനെ ഒരു കോഴ്സാണ്. നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ 1 വർഷം കൊണ്ട് പാസ്സാവണോ നിർബന്ധമൊന്നുമില്ല, നമുക്ക് പല അറ്റംപ്റ്റിലോട്ട് പോയെന്നിരിക്കാം. അപ്പം അങ്ങനെ ഒരു കോഴ്സിന് അവർ തന്ന ക്ലാസ് പോലും നമുക്ക് വീണ്ടും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഇതിനെപ്പറ്റി അറിയണമായിരുന്നു, അതും അറിഞ്ഞിട്ടില്ല. വേറെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ആഴ്ചയിലൊരു സമ്മറി ക്ലാസ് എന്തോ പേരിനുണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ ഒരു ഓൺലൈൻ എന്താ പറയുക ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരൊന്നും പറയുന്നില്ല. അത് പറയാത്തത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നിങ്ങളെല്ലാവരും അറിയണം അങ്ങനെ എനിക്ക് നിർബന്ധം ഇല്ല എന്നുള്ളത് കൊണ്ടല്ല കേട്ടോ. കാര്യം ഈ അവസ്ഥ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഉണ്ട്. അതിപ്പം നിങ്ങളിപ്പോൾ ലൈവ് എടുത്താലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്നിരിക്കാം. അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ഒരു കൊമേഴ്സിനെ പറ്റി ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾ BCom ആണ് എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ കൊമേഴ്സാണ് +1 +2 പഠിച്ചത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് തനിയെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. കാര്യം നമുക്ക് യൂട്യൂബിൽ ഒരുപാട് ആക്സസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുക CMA US പഠിക്കാനായിട്ട്. ബാക്കി എനിക്കറിയത്തില്ല. ഇത് അങ്ങനെ പറയാനുള്ള കാരണം CMA USൻ്റെ ആ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ്, കൂടുതലും എന്താ
പറയുക ഫൈനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ്, ബഡ്ജറ്റിങ്, ഇതിനൊക്കെ പറ്റിയാണ് കൂടുതലും അതിൽ പഠിപ്പിക്കുന്നതും കോസ്റ്റ് മാനേജ്മെൻറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. അല്ല ടാക്സും ഓഡിറ്റൊന്നും അധികം ഇല്ല അതല്ല അതിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് പല യൂട്യൂബ് ചാനൽസൊക്കെ കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഈ കോഴ്സ് ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നതിന് 1 വർഷം മുന്നേയും ട്രൈ ചെയ്തു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കാരണം ഞാനത് മൊത്തം ഫ്ലോപ്പായിപ്പോൾ എനിക്കത് മര്യാദയ്ക്ക് പഠിക്കാനും പറ്റില്ല. പിന്നെ ഞാനതങ്ങ് വിട്ടു. പിന്നെ ഞാൻ വേറൊരു കമ്പനി ജോയിൻ ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, എഡ്യൂകഫേ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ മലയാളത്തിൽ CMAയുടെ ക്ലാസ്സസ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി ഓക്കെ എന്നാൽ കണ്ടു നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പം ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നട്ട്ഷെല്ലിൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇതിന് 2 പാർട്ടുണ്ടെന്ന് ഈ കോഴ്സിന്. ആ ഒരു പാർട്ടിൽ 6 സബ്ജക്ട്സ് ഉണ്ട്. ഈ 6 സബ്ജക്ട്സിനകത്ത് ഒരുപാട് സബ് ഏരിയ ഉണ്ട്. അപ്പം ഈ എഡ്യൂകഫേ ഈ ചാനലിലെ പുള്ളി റബേ ഓവിങ്കൽ എന്നാണ് സാറിൻ്റെ പേര്. പ്രൊനൗൺസിയേഷൻ കറക്റ്റാന്ന് വിശ്വസിക്കുന്നു. അപ്പം ആ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു 10-12 ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആ 10-12 ക്ലാസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അത്രേൻ്റെ ആവശ്യമുള്ളൂ. മനസ്സിലായില്ലേ? ഇതിനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെ കിടന്ന് ഇഴക്കുന്നത്. അത് എന്ത് പറയാനാണ്, എനിക്ക് ആ പുള്ളിയുടെ ക്ലാസ്സിൽ കയറിയ പിന്നെയാണ് അതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ അയാൾ ഓരോ കറക്റ്റ് 2 സെക്ഷൻസ് ഡിവൈഡ് ചെയ്ത ഓരോ സെക്ഷൻസ് ഇപ്പം പാർട്ട് 1 ഇപ്പം CMA US ഞാൻ പറഞ്ഞു വന്നത് CMA USൽ 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ വിളിക്കുക പാർട്ട് 1 പാർട്ട് 2 എന്നാണ്. ആ പാർട്ട് 1ൻ്റെ കീഴേ വന്നിട്ട് സെക്ഷൻ A B C D E F വരെ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പുള്ളിയുടെ ചാനൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി. അതിൽ സെക്ഷൻ Aക്ക് ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും, Bക്ക് ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും. എന്നാലും മാക്സിമം ഒരു 10-12 ഒരു 20 കൂട്ടിക്കും. അതിനപ്പുറം ഒന്നും പുള്ളിയുടെ ക്ലാസ്സസ് അങ്ങനെ നീണ്ടു പോയിട്ടില്ല. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെപ്പോലെ ഈ ജോലി ചെയ്ത് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൂടുതൽ കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ ഈ സാറിൻ്റെ ക്ലാസ് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഞാൻ ശരി ഇനി CMA പഠിക്കാം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് പോലും ഈ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ്. അപ്പോൾ എൻ്റെ സ്റ്റഡി ടെക്നിക്സിലോട്ട് നമുക്ക് കിടക്കാം. ഞാൻ ഫസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിയുടെ ക്ലാസ്സസ് കണ്ടു. ഫസ്റ്റ് ഞാൻ നമുക്ക് 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 2 പാർട്ടിൽ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ഫോർമുല ഡ്രിവൺ ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ തിയറി ബേസ്ഡുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ കുറച്ച് വർക്കിൽ ഭയങ്കര തിരക്കുള്ള ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സെക്കൻഡ് പാർട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് ഫോർമുല ഡ്രിവൺ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സെക്കൻഡ് പാർട്ട് എടുത്തു. ഞാൻ ഫസ്റ്റ് ആ പുള്ളിയുടെ ക്ലാസ്സസ് മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ബെക്കർ സോഫ്റ്റ്വെയർ വാങ്ങി. അതിന് മുന്നേ ഈ ക്ലാസ്സസ് വെറുതെ അല്ല കേട്ടോ കാണുന്നത്. ക്ലാസ്സസ് കാണുമ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ നോട്ട്സ് എഴുതുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഓരോ സെക്ഷൻ ഓരോ നോട്ട്സ് ആവുന്നത്. ഓരോ ക്ലാസ് കാണും തോറും ഞാൻ നോട്ട്സ് എഴുതുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്താ പറയുക, മലയാളീസ് അല്ലാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സംസാരിക്കുമ്പോൾ സബ് ടൈറ്റിൽസ് ഒന്നും ഇല്ല കേട്ടോ അതിൽ. പക്ഷെ നിങ്ങൾക്ക് ആ പുള്ളിയുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എടുത്തിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിൽ കോൺസെപ്റ്റ്സ് എല്ലാം അതിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം കൊമേഴ്സിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉള്ളവർക്ക് ആ സാറിൻ്റെ മെറ്റീരിയൽസ് തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തു. പാർട്ട് 2ൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. സെക്ഷൻ ബൈ സെക്ഷൻ ഞാൻ നോട്ട്സ് എഴുതി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാറ് ഹോക്ക് മെറ്റീരിയൽ, ഇപ്പോൾ നമ്മൾ ഈ CMAയ്ക്ക് കുറേ മെറ്റീരിയൽ നമ്മൾ എന്താ പറയുക എടുക്കാറുണ്ട്. ഒരു കോഴ്സ് പഠിക്കുമ്പോൾ പല മെറ്റീരിയൽസ് റെഫർ ചെയ്യുമല്ലോ. അപ്പോൾ ഈ കോഴ്സിൻ്റെ നമ്മൾ പല മെറ്റീരിയൽസ് ഉണ്ട്. അതിലൊന്നാണ് ഹോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഹോക്ക് മെറ്റീരിയലാണ് സാറിൻ്റെ ക്ലാസ്. അപ്പോൾ അത് മൊത്തം നോട്ട്സ് ആയല്ലോ. അപ്പം ഹോക്കിനി റെഫർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഒരെണ്ണം കൂടെ എടുക്കാമെന്ന് വെച്ചാൽ ഗ്ലെമ്മിൻ്റെ മെറ്റീരിയൽ എടുത്തു. ഗ്ലെമ്മ് കുറേ കൂടെ നട്ട്ഷെല്ലാണ്, എങ്കിലും വായിക്കാൻ രസം, നമുക്ക് ഒരുപാട് ബോറടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗ്ലെമ്മ് വായിച്ചു. ഈ സാറിൻ്റെ ക്ലാസ് മൊത്തം കണ്ടു, നോട്ട്സ് എഴുതി, പിന്നെ ഗ്ലെമ്മ് മെറ്റീരിയൽ വായിച്ചു. എന്നിട്ട് അതിൽ നിന്നും ഇനി ഈ ക്ലാസ്സിൽ മിസ്സായിട്ടുള്ള എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ അതിലുള്ളത് ഇതിൽ ആഡ് ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ബെക്കറിൻ്റെ സോഫ്റ്റ്വെയർ വാങ്ങി. ബെക്കറിൻ്റെ സോഫ്റ്റ്വെയറിൽ എന്തിനാണ് വാങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്ക് MCQs പ്രാക്ടീസ് ചെയ്യണമല്ലോ. 3 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു 1 അവറിൽ ഒരു 35 ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പം സെനാരിയോ ബേസ്ഡ് ആണ്. ഓപ്ഷൻസ് ഉണ്ടെങ്കിലും 4 ഓപ്ഷൻസ് നമുക്ക് വളരെ സിമിലർ ആയിട്ട് തോന്നിയെന്നിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു. ഞാൻ എന്നിട്ട് ഈ ബെക്കറിൻ്റെ സോഫ്റ്റ്വെയർ വാങ്ങി അതിൽ ലോഗിൻ ചെയ്തിട്ട് സെക്ഷൻ ബൈ സെക്ഷൻസ് MCQs ആദ്യം പ്രാക്ടീസ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇത് നോട്ട്സിലോട്ട് ആഡ് ചെയ്തു. കാര്യം ഈ ബെക്കറിൻ്റെ നമ്മൾ MCQs പ്രാക്ടീസ് ചെയ്യുമ്പം എന്തുകൊണ്ട് ഈ ആൻസർ കറക്റ്റായി,
ബാക്കിയുള്ളതൊക്കെ എന്തുകൊണ്ട് തെറ്റായി എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഡിസ്ക്രിപ്ഷൻസ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ സെക്ഷൻ ബൈ സെക്ഷൻ MCQs പ്രാക്ടീസ് ചെയ്തു. എന്നിട്ട് എല്ലാ സെക്ഷനും കൂടെ ഒരുമിച്ചിട്ടിട്ട് എക്സാം മോഡിൽ പ്രാക്ടീസ് ചെയ്തു. ഓരോ പ്രാവശ്യവും ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും എൻ്റെ നോട്ട്സ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടേയിരുന്നു കേട്ടോ. കാര്യം നമ്മൾ എന്തുകൊണ്ട് തെറ്റിയെന്ന് അറിയണമല്ലോ, തെറ്റിയത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് തെറ്റിയെന്നുള്ളത് ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻസ് ചിലത് അല്ലെങ്കിൽ ചില കോൺസെപ്റ്റ്സ് മാത്രം ഞാനിങ്ങനെ നോട്ട്സിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സാമും നമ്മൾ ബെക്കറിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ എഴുതി വെച്ച നോട്ട്സൊക്കെ വായിച്ചു. ഞാൻ ഒന്നും കാണാപ്പാഠം പഠിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ എല്ലാം വായിക്കുകയാണ് ചെയ്തത്. ഫുൾ വായിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്തു, വീണ്ടും ഫുൾ വായിച്ചു എക്സാം അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം അങ്ങനെയാണ്. കാര്യം കോൺസെപ്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് നമ്മൾ കുറേ കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല. എത്രത്തോളം നമ്മൾ വായിക്കുകയോ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുകയോ അതിനനുസരിച്ചിരിക്കും. ഏറ്റവും കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഭയങ്കര കോൺഫിഡൻസിലായിരിക്കും ഓരോ പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ആദ്യം അറ്റൻഡ് ചെയ്തു 40 മാർക്കോ 140 ഉള്ളൂ, ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചിലപ്പോൾ കോൺഫിഡൻസ് ഒക്കെ പോയെന്നിരിക്കും. ഇതിലെല്ലാം വായിച്ചിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് 40 നമുക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണത്തില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യനെ കാണുന്ന പെർസ്പെക്റ്റീവ് ഒന്നായിരിക്കും അല്ലേ. പക്ഷേ ഈ ബെക്കറിൽ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻ്റെ വേറെ പെർസ്പെക്റ്റീവ്സ് ആയിരിക്കും. അപ്പം നമ്മൾ ആലോചിക്കും, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചില്ലല്ലോ. അപ്പോൾ മനസ്സിലായി, ഒരു കോൺസെപ്റ്റിനെ തന്നെ പല സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബെക്കറിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹോക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടിട്ടുള്ളത് വളരെ ഈസിയാണെന്നാണ്. ഞാൻ അതിൽ വർക്കൗട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്തവരൊക്കെ എന്നോട് പറയാം ഇത്രയും ടഫല്ല. കാര്യം അവർ എക്സാമിന് മുന്നേ ബെക്കർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ കോൺഫിഡൻസ് ഒക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ആദ്യമേ ബെക്കറിലാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ബെക്കറിൽ ഏകദേശം 1000+ ക്വസ്റ്റ്യൻസ് എന്തോ ഉണ്ട്. അപ്പോൾ നമുക്കിത് അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഫുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പ്രിപ്പറേഷൻ. ഇപ്പോൾ എപ്പോഴും ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് 1 മാസം എടുക്കുമായിരിക്കും ഇപ്പോൾ ഒരു പാർട്ടിൻ്റെ മൊത്തം ക്ലാസ്സസ് കണ്ടു തീർക്കാൻ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന്. പിന്നെ വന്നിട്ട് 1 മാസം മൊത്തം ഇത് പ്രാക്ടീസ് ചെയ്യാം, MCQs പ്രാക്ടീസ് ചെയ്യാം. ഡെയിലി ഒരു മിനിമം 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. വീക്കെൻഡ്സ്, കാര്യം ഒരു എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 3 മണിക്കൂർ വേണം. ഞാൻ എക്സാം മോഡിലിട്ടാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു 1 മണിക്കൂറിൽ എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ടൈം നോക്കി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് എക്സാമിന് പോകുമ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതനുസരിച്ച് ഞാൻ എൻ്റെ ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കണ്ടുകൊണ്ടിരുന്നത്. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ട്രിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്കിവിടെ ചിലവാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സാറ് ഇത്രയും വളരെ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് ഈ ചാനലിൽ എല്ലാ വീഡിയോസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്ന് ഞാൻ പറയത്തില്ല. കാര്യം മലയാളത്തിൽ തന്നെ നമുക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇനി ആ ക്ലാസ്സസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത ചില കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ, വേറെയും വീഡിയോസ് നിങ്ങൾ കാണുക, കുറച്ചും കൂടെ മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ ബെക്കർ സോഫ്റ്റ്വെയർ വാങ്ങാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 25K ഒക്കെ ആവും കേട്ടോ. അതിപ്പോൾ ഈയിടെ 25K ആണെന്ന് തോന്നുന്നു. ഞാൻ വാങ്ങുമ്പോൾ അത്രയൊക്കെ ആയി, അതൊരു എമൗണ്ട് ആവും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 മെമ്പർഷിപ്പ് ആയിട്ട് നമുക്ക് ഈ കോഴ്സ് ചെയ്യാം. പ്രൊഫഷണൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിത്തിൻ 1 ഇയർ ഈ CMA കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ പൈസ അടയ്ക്കണം. പ്രൊഫഷണൽ മെമ്പർഷിപ്പാണ്. സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ കോഴ്സ് ചെയ്യാം. അത് 3 ഇയേഴ്സ് ടൈമാണ് തരുന്നത്. ആ 3 ഇയേഴ്സിനുള്ളിൽ നമ്മൾ ഈ CMA കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് ഇതിന്. ഈ സ്റ്റുഡൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടി കൺസെഷൻസ് ഉണ്ട്. പ്രൊഫഷണൽ ആകുമ്പോൾ അത്രയും പൈസ കുറച്ച് ഏറെയാവും. അപ്പം വർക്ക് ചെയ്തുകൊണ്ട് ഇത് പഠിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ പഠിച്ച് ബെക്കർ സോഫ്റ്റ്വെയർ വാങ്ങുക. 2 കൽപ്പിച്ച് വാങ്ങി അതിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കംഫർട്ടായി, ഓക്കെ നിങ്ങൾ ഇത്ര സ്കോർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രൊഫഷണൽ മെമ്പർഷിപ്പ് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. ആ ഒരു 3 വിൻഡോസേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ 3 വിൻഡോസിൽ നിങ്ങൾ 2 പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുള്ളതുകൊണ്ട് എന്താ, നിങ്ങൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഈ 2 പാർട്ടും ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എക്സാം പാറ്റേണിൽ ഇട്ടിട്ട് ബെക്കറിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു 75-80 മാർക്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ പ്രൊഫഷണൽ മെമ്പർഷിപ്പ് എടുത്ത് IMAയിൽ രജിസ്റ്റർ ചെയ്തിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാതെ പോയി ചെന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് ആ 1 ഇയറിൽ പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. ഒരു എക്സാമിന് വന്നിട്ട് ഏകദേശം 20K ഓളം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ്, 23K എത്രയോളം പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് നമ്മളിത്
അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പാസ്സായില്ലെങ്കിലോ വീണ്ടും നമുക്ക് ഈ 20K കൊടുക്കണം വീണ്ടും അടുത്ത അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ അറ്റംപ്റ്റും നമ്മൾ വെറുതെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ എന്താ പറയുക നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം ചെയ്യുക. അതുപോലെ പ്രൊഫഷണൽ മെമ്പർഷിപ്പിനും കുറച്ച് പൈസയാവും എടുക്കാൻ. അപ്പോൾ ഓവറോൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഒരു 80K പ്ലസ് അവർ വാങ്ങും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1 lakh പ്ലസ് നമുക്ക് IMAക്ക് പോകുന്ന ഫീസും ഓരോ പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഫീസും അങ്ങനെ കുറേ പോകും. അപ്പം ഈ 80K നിങ്ങൾക്ക് ഒഴിവാക്കാം, അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് എന്താ പറയുക കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ എക്സാമിന് അപ്പിയർ ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ ഓവറോൾ. ഞാൻ അങ്ങനെയാണ് ഇത് ക്ലിയർ ചെയ്തത്. ഞാൻ ഫസ്റ്റ് പഠിച്ചു നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. എനിക്ക് കോൺഫിഡൻ്റ് ആയ സമയത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വിത്തിൻ 1 year ഞാൻ ഈ കോഴ്സ് ക്ലിയർ ചെയ്തു. സോ ഇതേ മെത്തേഡ് തന്നെയാണ് ഞാൻ എല്ലാവരെയും സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും കയറി നിങ്ങളുടെ സമയം കളയാതിരിക്കുക, പൈസ കളയാതിരിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി നിങ്ങൾക്കൊരു 2 hours സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും അങ്ങനെ സെൽഫ് സ്റ്റഡിയിലൂടെ തന്നെ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണ് ആക്ച്വലി. നമുക്ക് ഇത്രയും നല്ലൊരു യൂട്യൂബ് ചാനൽ, അതായത് എഡ്യൂകഫേ പോലൊരു നല്ലൊരു യൂട്യൂബ് ചാനൽ, അത് മലയാളത്തിൽ നമുക്ക് കിട്ടിയ നമ്മുടെ ഒരു ലക്കാണ്. അത്രയും വൃത്തിയുള്ള, അത്രയ്ക്ക് കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് നീറ്റായിട്ട് ഞാൻ വേറെ ഒരു ചാനലും കണ്ടിട്ടില്ല CMAക്ക് വേണ്ടിയിട്ട്. സോ അങ്ങനെ ഒരു ചാനലുള്ളപ്പോൾ സത്യം നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ അത് തന്നെ നിങ്ങൾ റെഫർ ചെയ്യാം. അതിൽ ആ സാറ് MCQs കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറേ PDF ഫയൽസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഡൗൺലോഡ് ചെയ്ത് വേണേൽ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഞാൻ എന്തുകൊണ്ട് ബേക്കറി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ടൈമിംഗ് വേണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ബേക്കറി സജസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ബേക്കറി വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെയാണ് ഞാനപ്പോൾ CMA ക്ലിയർ ചെയ്തത്. അപ്പം ഈ ഒരു സബ്ജക്റ്റിൽ ഞാൻ എന്തിനെങ്കിലും കൂടുതൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം, എൻ്റെ സർട്ടിഫിക്കറ്റ് വന്നു. അൺഫോർച്ചുനേറ്റ്ലി പഴയ സർട്ടിഫിക്കറ്റിൻ്റെ മോഡലല്ല, ഇപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ മോഡലെല്ലാം മാറി. ഇപ്പോൾ ഈ ടൈപ്പിലാണ്. എനിക്കും പണ്ടത്തെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇഷ്ടം, അത് കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് അവർ കൊടുക്കുന്ന ഈ ഒരു മോഡൽ സർട്ടിഫിക്കറ്റാണ്. അങ്ങനെ റീസെൻ്റ്ലിയാണ് സർട്ടിഫിക്കറ്റ് റിസീവ് ആയത്. നമ്മൾ ചില കോഴ്സൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല, നമുക്ക് ഭയങ്കര ടഫായിരിക്കും, നമുക്ക് കാണുന്ന പോലെയല്ല ഒരു മിത്തിൽ നമ്മളിങ്ങനെ കുടുങ്ങി പോകുമല്ലോ. അങ്ങനെ കുടുങ്ങിയിരുന്ന ഒരു കോഴ്സായിരുന്നു ഇതും. ഒരിക്കലും ഓക്കെ ഇത് ഇത്രയും ഫോക്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തുടക്കത്തിലൊന്നും ഞാനും വിചാരിച്ചതില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെക്കൊണ്ടും പറ്റും. സോ നിങ്ങളിതിനു വേണ്ടി ട്രൈ ചെയ്യുക. എന്തെങ്കിലും സബ്ജക്റ്റിനെ പറ്റി ഇനി ക്ലാസ്സായിട്ട് തന്നെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ആഡ് ചെയ്യാം, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ആൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ടേക്ക് കെയർ.